ഫേസ് എല്ലാം കൂടി ആകെ ടയേർഡായിട്ടുണ്ട്. ഇന്ന് ബസ്സിലൊക്കെ കുറച്ച് യാത്ര ചെയ്യുകയും കാര്യമൊക്കെ ചെയ്ത്. ഞാൻ 2 ദിവസം മുമ്പേ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകൾ അത് ഉള്ളത് കൊണ്ട് എനിക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല, എന്നും പുറത്ത് പോകാനുണ്ടായിരുന്നു, ബസ്സിലാണ് പോകൽ. അപ്പോൾ ബസ് പോയിട്ട് വലിയ ശീലമില്ലാത്ത ആൾക്ക് ബസ് എന്ന് പറയുന്നത് നരക യാതനയായിട്ടുള്ള ഒരു യാത്രയായിരിക്കും. എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ എനിക്ക് ബസ് കയറാനും ഇറങ്ങാനും തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. വലിയ ശീലമല്ലല്ലോ. അപ്പം സീറ്റും കൂടി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, വീഗാലാൻഡിലുള്ള റൈഡിന് കയറിയ അവസ്ഥയിലാണ് പൊതുവെ ഞാൻ ഉണ്ടാവാറ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട്. ആ ക്ഷീണമൊക്കെ മാറ്റി വെച്ചിട്ട് പറയാനുള്ളത് നമ്മൾ പറയണമല്ലോ. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ആക്രമണം എന്ന് പറയാം, ചർച്ച എന്ന് പറയരുത്. ആക്രമണം രേണു സുധിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിന് ഇരയായ ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ പറയാം, വെറുതെ വിട്ടേക്കോ മക്കളെ. നമ്മളിപ്പം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യരും ഇല്ല ഈ ലോകത്ത്. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. നമ്മളൊരു വ്യക്തി ഞാൻ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ വ്യക്തിയായിരിക്കും ലോകം കണ്ട ഏറ്റവും വലിയ ഫ്രോഡ്. നമുക്കൊരാൾക്കും ഞാൻ നല്ലതാ എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്നിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. അത് മറച്ചു വെച്ചിട്ട് ഞാൻ നല്ലതാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിൽ അർത്ഥമുള്ളത്? അപ്പം എനിക്ക് ആ കുട്ടീനെ നിരന്തരം നിങ്ങൾ ടോർച്ചർ ചെയ്യുന്നതിനെ കൊണ്ട് വളരെയധികം വിഷമം തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് നമുക്ക് പറയാൻ അല്ലെ നമ്മൾ പ്രാണനായിട്ട് കരുതുന്ന ഒരാളാണ് ആ കുട്ടിക്ക് വിട്ടുപോയത്. അതിൻ്റെ ഒരു ഷോക്ക് അതിന് ഓൾറെഡി ഉണ്ട്. പിന്നെ ഈ പിഞ്ച് 2 കുഞ്ഞുങ്ങളാണ്, എങ്ങനെ പോറ്റോ എന്നുള്ള ഒരു ചിന്താഗതിയും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും മനസ്സ് പതറിപ്പോയിട്ട് 3 കൂടി ആത്മഹത്യ ചെയ്യുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതല്ലേ നമ്മളതുവരെ വെറുതെ വിടുക എന്നുള്ളത്. അപ്പം ഇപ്പം ഇങ്ങനെ നിരന്തരം സോഷ്യൽ മീഡിയയിൽ അത് ആൽബത്തിൽ അഭിനയിക്കേ, അതെന്തോ ചെയ്തോട്ടെ, പൊക്കിൾക്കൊടി കാണിച്ചു, കൈ കാണിച്ചു, അവിടെ കാണിച്ചു, ഇവിടെ കാണിച്ചു. ശരീരത്തിൻ്റെ ഏത് ഭാഗം കാണിക്കണം എന്നുള്ളത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അത് ബാഡായിട്ട് ആ വ്യക്തിക്ക് തോന്നാത്തിടത്തോളം കാലം നിങ്ങൾക്കത് ബാഡായിട്ട് തോന്നിയിട്ട് ഒരു കാര്യവുമില്ല. അവരിപ്പോൾ പർദ്ദയിട്ട് നടക്കണമെന്ന് നിങ്ങൾ വാശി പിടിച്ചിട്ട് കാര്യമുണ്ടോ? അവർക്ക് അവരുടെ സ്വന്തം ഇഷ്ടം, സ്വന്തം എങ്ങനെയാണോ അവർക്ക് ജീവിക്കാൻ ഇഷ്ടം, അവർക്കതേ പറ്റുള്ളൂ. അതിൽ നമുക്ക് ആർക്കും അല്ലേ. ഇപ്പം അവൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ വീട്ടിലിരുന്നോളാം, കമൻ്റ് ഇടുന്നോലും കുറ്റം പറയുന്നോലും എനിക്ക് ചിലവിന് കൊണ്ടുത്തരുമോന്ന്. അതിൽ ആ ചിലവിന് തരാമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ കണ്ടോ? കണ്ടില്ലല്ലോ. അപ്പോൾ അവൾക്ക് അവളുടെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്നതിനെക്കാട്ടിലും നിങ്ങളൊക്കെ പറയുന്ന കോപ്രായം കെട്ടാൻ പോകുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ എന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ നിരന്തരം ഫോളോ ചെയ്തിട്ട് ആക്രമിക്കരുത്. പിന്നെ എനിക്ക് വേറെ ഒന്ന് പറയാനുള്ളത്, ഇപ്പോൾ കുറച്ച് സ്ത്രീകൾ തന്നെ പറയാം. ഒരു സ്ത്രീയുടെ ശത്രു വേറൊരു സ്ത്രീ എന്ന് പറയുന്നത് സത്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നിലയിലേക്കും വിലയിലേക്കും ഒക്കെ ഒരു സ്ത്രീ എത്തിപ്പെടുക എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റേ അടുത്തുള്ള ഓപ്പോസിറ്റുള്ള ആൾക്കത് സഹിക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും അപ്പുറമായിരിക്കും. അപ്പോൾ ഈ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര രേണുവിന് സുധിയുടെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂം കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ ചൊല്ലി കുറേ ചർച്ചകൾ ഒരു കാലത്ത് കഴിഞ്ഞു. അപ്പോൾ ഈയിടെ ആ കുട്ടി പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതൊരു വല്ലാത്തൊരു സ്മെല്ലാണ്, അത് ഞാൻ അടിച്ചാൽ നിങ്ങളൊക്കെ ഓടും എന്ന് പറയും. അതിന് കുറച്ച് ആൾക്കാർ സുധിനെയൊക്കെ അറപ്പാണ്, അല്ലെ സുധീൻ്റെ മണം അങ്ങനെയാണ്, ഓളങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ, അവളങ്ങനെ പറഞ്ഞു അതാണ് ഇതാണ് എന്നൊക്കെ കുറേ കുറ്റങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ നമ്മളൊക്കെ വിവാഹം കഴിഞ്ഞ ആൾക്കാരോടാ ഈ പ്രഗ്നൻസി സമയത്ത് ഹസ്ബൻഡുമാരെ സ്മെല്ല് പറ്റൂല എന്ന് പറഞ്ഞ് എത്ര ആൾക്കാർ മാറ്റി നിർത്തുന്നുണ്ട് അവരെ. അപ്പോൾ ഇവർക്ക് എന്ന് വെച്ചാൽ ഈ
പൊതുവെ പുരുഷന്മാർക്ക് എന്ന് വെച്ചാൽ പലർക്കും വ്യത്യസ്തമായിട്ടുള്ള മണങ്ങൾ തന്നെയാണ്. അവരവരുടെ വേർപ്പും അതേപോലെ ഈ സ്പ്രേ അടിക്കുന്ന ഇതിൻ്റെയും അങ്ങനെ പിടിച്ചെല്ലാം കൂടിയായിട്ടൊരു ബാഡ് സ്മെല്ല് പോലെ തന്നെയാണ് ഉണ്ടാവുക. എന്നാൽ ആ ബാഡ് സ്മെല്ല് നമ്മൾ പ്രണയിക്കുന്ന ഒരാളുടേതാണെങ്കിൽ നമുക്കത് ഗുഡ് സ്മെല്ലാണ്, നമ്മൾ ആസ്വദിക്കത്. ചിലർ പറയുന്നില്ലേ, എടാ നിന്നെ വേർപ്പ് നാറിയിട്ട് വയ്യടാന്ന്. ചിലരിപ്പുറത്ത് നമ്മുടെ ഇഷ്ടപ്പെടുന്ന ആൾ, എടാ നിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. അപ്പം ഇതിൽ പറയേണ്ടത് കാര്യം എന്താ വെച്ചാൽ, മജ്നുവിൻ്റെ സ്നേഹം ലൈലയുടെ കണ്ണിൽ കൂടെ കാണണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഭ്രാന്തനായ മജ്നുവിൻ്റെ സൗന്ദര്യം കാണണമെന്നുണ്ടെങ്കിൽ ലൈലയുടെ കണ്ണിൽ കൂടെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആ രേണുവിന് സുധി എത്രത്തോളമായിരുന്നു, സുധിയുടെ സ്മെല്ല് എത്രത്തോളമായിരുന്നു എന്നുള്ള രേണുവിൻ്റെ സൈഡിൽ നിന്നിട്ട് നമുക്ക് നോക്കണം. അപ്പോൾ അവൾക്ക് ആ സ്മെല്ല് ഭയങ്കര ആസ്വദിക്കുന്ന സ്മെല്ലായിരിക്കും. അത് നമുക്കാർക്കും പറ്റൂല. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടി പറഞ്ഞതിലൊരു തെറ്റുമില്ല. പിന്നെ നിങ്ങളൊക്കെ ആ മണം കേട്ടാൽ ഇറങ്ങി ഓടും. വിയർപ്പിന് വല്ലാത്തൊരു മണമാണ്, പലർക്കും ഇഷ്ടപ്പെടാത്ത മണങ്ങളാണത്. അതിലേക്ക് ഈ പെർഫ്യൂം കൂടെ വരുമ്പം ചിലപ്പം ഒരു ബാഡ് പോലത്തെ ഒരു സ്മെല്ലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ആ കുട്ടീനെ ഒന്ന് വെറുതെ വിടുക. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിതാ എൻ്റെ വീട്ടിലൊരു പെർഫ്യൂം വെച്ചിട്ടുണ്ട്. ഇതിതേ എൻ്റെ ഹാളിൽ സോഫയുടെ സൈഡിലായിട്ട് ഞാൻ വെച്ചതാണ്. അപ്പോൾ ആരെങ്കിലും വന്ന് ഇതിങ്ങനെ എടുക്കാൻ നോക്കുമ്പോൾക്ക് അരുണ് പറയുന്നൊരു കാര്യമാണ്, ജെസിമോളോട് അടി കിട്ടു, അവിടെ വെച്ചോ. ഇതിവിടെ ആരും ഇതുവരെ അടിച്ചിട്ടില്ല. ഇതിട്ട് ആർക്കും അടിക്കാനുള്ള പെർമിഷനും ഇല്ല. ഇതിലിപ്പം എന്തേത്തെ അത്ര പ്രത്യേകത എന്ന് വെച്ചാൽ, എൻ്റെ വാപ്പയുടെ അമ്മ മരണം വരെ യൂസ് ചെയ്ത ഒരു പെർഫ്യൂമാണ്. ആൾ ഡെയിലി കുളിച്ച് കഴിഞ്ഞാൽ ആൾക്ക് നല്ലോണം മേൽ പെർഫ്യൂം അടിക്കണം. അത് അടിച്ചു വെച്ച ബാലൻസാണ്. ഈ രേണു സുധി പറഞ്ഞത് പോകണം, ഇടയ്ക്ക് ഞാൻ മിസ് ചെയ്യുമ്പോൾ ഇതൊന്നെടുത്ത് മണപ്പിക്കും. അപ്പം എനിക്ക് മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ്. ആ ഒരു മാമൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ സംസാരിക്കുന്നതൊക്കെ ആ ഒരു മണം കിട്ടൂലേ, ഭയങ്കര ഒരു സംഭവമാണോ അത്. ആ കുട്ടി പറഞ്ഞില്ലേ, ഞാൻ അടിക്കലില്ല മണപ്പിക്കലേ ഉള്ളൂ. ആ ഒരൊറ്റ മണം മതി നമുക്ക്, അവർ നമ്മളെ അടുത്ത് ഓടിയെത്തും. അപ്പം ഇത് അവിടെ അടിക്കാത്ത എൻ്റെ അമ്മാമക്കെന്ന് വെച്ചാൽ ഓരോരുത്തരിങ്ങനെ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ കൊണ്ടു കൊടുക്കുന്നതാണ്. മാമൻ്റെ കുടുംബമൊക്കെ ഗൾഫിലുള്ള. അടിക്കാത്ത ഒരുപാട് സ്പ്രേകൾ അവിടെ ഉണ്ട്, പൊട്ടിക്കാത്ത. ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പം ഇങ്ങനെയാണ് ആ രേണും ചെയ്തത്. അവൾക്ക് അവളുടെ ഭർത്താവിൻ്റെ സ്മെല്ല്, ഇതിപ്പോൾ ഞാൻ എൻ്റെ അമ്മാമൻ്റെ സ്മെല്ലായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം എൻ്റെ അമ്മാമൻ എപ്പോഴും ഈ സ്മെല്ലാണ്. ആൾക്ക് വേർപ്പിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. കാരണം രാവിലെ എഴുന്നേറ്റ് തേമ്പി കുളിച്ച് കൊലായിൽ കുത്തിരിക്കുന്ന ഒരാളാണ്. ആകെ ഇപ്പോൾ വേർക്കുക എന്ന് പറയുമ്പോൾ ഈ നിസ്കാരക്കുപ്പായിട്ട സമയത്ത് വേർക്കുമെന്ന് പറയാൻ ഫാനിൻ്റെ ചോട്ടിൽ നിന്നിട്ടാണ് നിസ്കരിക്കൽ. അപ്പോഴും എൻ്റെ നാട്ടിലും ചൂടുള്ള നാടൊന്നുമില്ല, കുറച്ച് തണുപ്പുള്ളതാണ്. അപ്പോൾ നിസ്കാരക്കുപ്പായിട്ടാൽ പോലും നല്ല കാറ്റുള്ളതുകൊണ്ട് അത്രമേൽ വേർപ്പ് പോലും ഉണ്ടാവില്ല. അപ്പം ഫുള്ള് ഉമ്മാമൻ്റെ അടുത്ത് പോകുമ്പോൾ ഉമ്മാമൻ്റെ റൂമൊക്കെ മണക്കുന്ന സ്മെല്ലാണിത്. അപ്പോൾ എനിക്ക് ഉമ്മാമനെ ഓർമ്മ വരും. അതിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുകൊണ്ട് നടന്നതാണ്. അതേപോലെയാണ് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ ആ സ്മെല്ലൊന്നെടുത്ത് നോക്കിയാൽ മനസ്സിനൊരു സമാധാനം, നമുക്ക് മെൻ്റലി ഒരു സമാധാനം വേണ്ടേ. അതാണ് ആ കുട്ടി കണ്ടുപിടിക്കുക ചെയ്യുന്നതൊക്കെ. പിന്നെ എന്തിനാടോ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? നിങ്ങളൊക്കെ നിങ്ങളുടെ ഒരു അനിയത്തിയായിട്ട്, ഒരു ചേച്ചിയായിട്ട്, ഒരു മകളായിട്ട് അങ്ങനെയൊക്കെ ഒന്ന് കണ്ട് ഒന്നതിനെ വെറുതെ വിട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടം വന്നെടുത്തത് അത് എങ്ങനെയോ ഒരു കമൻറ്റ് കണ്ടു, ഇതിന് കുറച്ച് സൗന്ദര്യവും പിന്നെ അതുകൂടി കൊടുത്തിട്ടുണ്ടായിരുന്നേ, ആരായനെ കൈകൂടി കൊടുത്തിട്ടുണ്ടായി. ഉള്ള കഴിവ് വെച്ചിട്ട് അഭിനയിക്കട്ടെ. അഭിനയം എന്ന് പറയുന്നത് പഠിക്കാൻ പറ്റുന്ന സംഭവമാണ്. പഠിക്കാൻ പറ്റാത്തൊരു സംഭവമാണെങ്കിൽ പോട്ടേന്ന് വെക്കാം. എന്നോട് തന്നെ ഒരു വെല്ലുവിളിച്ചൊരു സംഭവമുണ്ട്. എടി നീ 9ാം ക്ലാസ് പോയി എഴുതിയിട്ട് വാടി,
എന്നിട്ട് വന്ന് ഇവിടെ വന്ന് വർത്തമാനം പറ. 9ാം ക്ലാസ്സൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എഴുതാൻ പറ്റും, എഴുതണമെന്നുണ്ടേ. അതേപോലെ തന്നെ ഈ പറഞ്ഞ അഭിനയം പഠിക്കാൻ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഠിക്കുകയും ചെയ്യാം. പക്ഷേ നമ്മുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് പഠിച്ചതാണ് ആ കുട്ടി. അപ്പോൾ അതിൻ്റേതായ കോൺഫിഡൻ്റ് ഉണ്ട്. എൻ്റെ ഭർത്താവ് ഞാനുണ്ടല്ലോ വണ്ടി ഓടിക്കുമ്പോൾ ഇത്രയ്ക്കും അഹങ്കാരി വേറെ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ അഹങ്കാരം എന്താ വെച്ചാൽ എൻ്റെ ഗുരു എൻ്റെ വാപ്പയാണ് എന്നുള്ളതായിരുന്നു വണ്ടിയിൽ. അപ്പോൾ എനിക്ക് എന്തും ഞാൻ എവിടെയും ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളൊരു ചിന്താഗതിക്കാരി. അത് ചിന്താഗതിയാണ്. അതേ അഹങ്കാരത്തിൽ തന്നെയാണ് കുട്ടി നിൽക്കുന്നത്. കാരണം അവരുടെ ഭർത്താവ് അറിയപ്പെടുന്നൊരു ആർട്ടിസ്റ്റാണ്, ഒരു കൊമേഡിയനാണ്, ഭയങ്കര അഭിനയിക്കുന്ന ഒരാളാണ്. ആ ആളുടെ കൂടെ നിന്ന് ഭാര്യയെ ഞാൻ അതൊക്കെ കണ്ട് നടന്നോളാം ഞാൻ. അത് മതി. ആ ഒരു കോൺഫിഡൻസ്. അത് അഭിനയം എന്ന് വെച്ചാൽ കണ്ടുപിടിക്കാനും പറ്റും. അവിടുന്ന് കുറേ കണ്ടുപഠിച്ചിട്ടുണ്ട്. അതാണ് ആ കുട്ടി ഇപ്പോൾ പെരുമാറുന്നത്. പിന്നെ എന്നാത്തിനാണ് മക്കളെ അതിനെങ്ങനെ നിങ്ങൾ ക്രൂരമായിട്ട് ക്രൂശിക്കുന്നത്? വിട്ടേക്ക്. ഒരു റിക്വസ്റ്റാണ്. നമുക്ക് ആർക്കും അത് 5 രൂപ കൊണ്ട് കൊടുക്കാൻ പറ്റൂലല്ലോ. വേണ്ട, 1 രൂപ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് അയച്ചു കൊടുത്താൽ തന്നെ നല്ലൊരു തുക ഇനി കിട്ടും. അതുപോലും ഇല്ലാതെ കുറ്റം പറയാൻ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. അപ്പം ദയവ് ചെയ്തിട്ട് ആ കുറ്റം പറച്ചിലൊക്കെ ഒന്ന് ഒഴിവാക്കി അവരുടെ കഴിവിനെ അംഗീകരിച്ച് അവർക്ക് സമൂഹത്തിലൊരു നിലയും വിലയും കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കൊണ്ട് അതേ പറ്റൂ. ആരെയും ദ്രോഹിക്കല്ലല്ലോടോ, ഒരാളെ ചേർത്ത് പിടിക്കല്ലേ. ഈ ചേർത്ത് പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കാനൊരു കൈകളുണ്ടെങ്കിൽ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് നമുക്ക്. അറിഞ്ഞൊരാളായതുകൊണ്ട് പറയാം. അതുകൊണ്ട് ചെറിയൊരു റിക്വസ്റ്റാണ്, ആ കൊച്ചിനെ വെറുതെ വിട്ടേക്ക്. ഓക്കെ.